മുനിസിപ്പാലിറ്റി കാട്ടുപന്നി ഇറങ്ങുന്നതാണ്. ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തി. എങ്ങനെയാണ് ഇത് ഇറങ്ങി വരുന്നത്, എങ്ങോട്ടാണ്? കാട്ടുപന്നികൾ മുഴുവൻ ഈ ഫ്ലഡ് വന്നതിന് ശേഷം, പ്രളയം വന്നതിന് ശേഷം കാട്ടുപന്നിയെല്ലാം ഇപ്പം നാട്ടിലായി. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് നിയമഭേദഗതി നടത്തി സംരക്ഷിക്കുവാൻ വിദേശത്തുണ്ടല്ലോ, അതുതന്നെ നമുക്ക് ഡെവലപ്ഡ് കൺട്രീസ് എന്താണ് ചെയ്തതെന്ന് പരിശോധിച്ചാൽ ഇത് തന്നെ കാണാൻ കഴിയും. അതുമാത്രമല്ല, 2 ദിവസം മുമ്പ് നമ്മൾ പാലായിലുള്ള വലവൂരിലുള്ള ത്രിബിൾ ഐറ്റിയിൽ ഞാൻ പോയിരുന്നു, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. അതൊരു 100-300 കോടി രൂപയുടെ സ്ഥാപനമാണ്. 1500 പിള്ളേരുണ്ട്. അവിടെ റിസർച്ച് നടക്കുകയാണ്. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പല ഇന്നൊവേഷൻസ് അവർ നടത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ അവരുമായിട്ട്, അവരുടെ അവരുടെ ടീച്ചേഴ്സുമായി സംസാരിച്ചു, പ്രൊഫസേഴ്സുമായി സംസാരിച്ചു. അപ്പോൾ അവരൊരു ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്, അതിനകത്ത് പല സ്ഥലങ്ങളിലും അതിൻ്റെ കണ്ടുപിടുത്തങ്ങളുണ്ട്. നമ്മൾ തേനീച്ചയുടെ ഒരു സൗണ്ട് വന്നു കഴിയുമ്പോൾ ആനകൾ ഓടിപ്പോകുന്നു എന്നുള്ളതാണ്. അതിനൊരു ആപ്ലിക്കേഷനുണ്ട്. അപ്പം ഇത് വരുന്ന പ്രദേശങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കൂടുതലും ഇതിൻ്റെ ഒരു